ഹലോ വെൽക്കം ബാക്ക് ഹിയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ലിവിങ് വേൾഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനായിട്ടുള്ള ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ്. എന്താണ് ഈ ടാക്സോണമിക്കൽ എയ്ഡ്സ്? ടാക്സോണമിക്കൽ സ്റ്റഡീസ് ഓഫ് വാരിയസ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ യൂസ്ഫുൾ ഇൻ അഗ്രികൾച്ചറൽ, മെഡിസിനൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസസ്. ഈ അഗ്രികൾച്ചർ, മെഡിസിൻ, ഇൻഡസ്ട്രിയൽ ഈ ഒരു ഫീൽഡിലൊക്കെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ടാക്സോണമിക്കൽ സ്റ്റഡീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് ചില ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ്. വാട്ട് ആർ ദോസ് ടാക്സോണമിക്കൽ എയ്ഡ്സ്? വൺ ഈസ് ഹെർബേറിയം, സെക്കൻഡ് വൺ ഈസ് ബൊട്ടാണിക്കൽ ഗാർഡൻ, തേർഡ് വൺ ഈസ് zoological park, and fourth one is museums. Then last one is key. First one, herbarium. It is the storehouse of collected plant specimens that are dried, pressed and preserved on sheet. The herbarium sheet also carries some information like scientific name of plants, local names, date and place of collection and collector's name, etc. ഹെർബേറിയം എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത പ്ലാന്റ് സ്പെസിമെൻസ് ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് ഒരു ഷീറ്റിൽ പ്രിസർവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഷീറ്റ്സിനെയാണ് ഹെർബേറിയം ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഹെർബേറിയം ഷീറ്റ്സിൻ്റെ റൈറ്റ് സൈഡ് താഴെ കോർണറിൽ ചില ഇൻഫർമേഷൻസ് എഴുതിയിട്ടുണ്ടാകും. ലൈക്ക് ആ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം, ലോക്കൽ നെയിം, ഡേറ്റ് ഓഫ് കളക്ഷൻ, പ്ലേസ് ഓഫ് കളക്ഷൻ, കളക്ടേഴ്സ് നെയിം, ദെൻ അതിൻ്റെ സ്മോൾ ഡിസ്ക്രിപ്ഷൻസ്, ഫാമിലി, ഇതൊക്കെ ആയിരിക്കും അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാകുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 41 സെൻറ്റിമീറ്റർ x 29 സെൻറ്റിമീറ്റർ ആണ്. വേൾഡിലെ ലാർജസ്റ്റ് ഹെർബേറിയം എന്ന് പറയുന്നത് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ദാറ്റ് ഈസ് ക്യൂ, ഇംഗ്ലണ്ട്. ദെൻ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹെർബേറിയം ഉള്ളത് സെൻട്രൽ നാഷണൽ ഹെർബേറിയം ആയിട്ടുള്ള ദാറ്റ് ഈസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, കൊൽക്കത്തയിലാണ്. Coming to the botanical gardens. Botanical gardens are places that maintain the living plant specimens of different varieties of plants for reference. Each plant is labeled. The label should contain its botanical name and its family. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ലിവിങ് പ്ലാന്റ് സ്പെസിമെനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്ലേസസിനെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഫോർ റെഫറൻസസിന് വേണ്ടിയിട്ട് ഓരോ പ്ലാന്റും ലാബിൾ ചെയ്തിട്ടുണ്ടാകും. അതിലതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമും ഫാമിലിയും നോട്ട് ചെയ്തിട്ടുണ്ടാകും. സം ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആർ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്യൂ, ഇംഗ്ലണ്ട്; ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഹൗറ, കൊൽക്കത്ത; നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നൗ, that is NBRI; then JNTBGRI, Jawaharlal Nehru Tropical Botanical Garden and Research Institute, Palod, Trivandrum. Coming to the zoological park. These are the wild animals are kept in protected environments under human care, which helps to learn about their food habits, behavior, morphological characters, etc. എന്താണ് ഈ zoological park? പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ പ്ലാന്റ്സിനെ കൺസേർവ് ചെയ്യുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻസിലാണ്. അതുപോലെ ആനിമൽസിനെ കൺസേർവ് ചെയ്യുന്ന പ്ലേസസിനെയാണ് zoological പാർക്ക് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ആനിമൽസിൻ്റെ വൈൽഡ് ഹാബിറ്റ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ്, ബിഹേവിയർ, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ടും അതിനെ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള പ്ലേസാണ് zoological പാർക്ക് എന്ന് പറയുന്നത്. കമ്മിങ് ടു ദി മ്യൂസിയംസ്. Biological museums are generally set up in educational institutes such as schools and colleges. Museums have collections of preserved plant and animal specimens for study and references. എന്താണ് ഈ മ്യൂസിയം? മ്യൂസിയം എന്ന് പറയുന്നത് സ്റ്റഡി ആൻഡ് റെഫറൻസസിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും സ്പെസിമെൻസ് പ്രിസർവ് ചെയ്യുന്ന ആ ഒരു കളക്ഷനെയാണ് മ്യൂസിയം എന്ന് പറയുന്നത്. സോ എ മ്യൂസിയം കണ്ടെയ്ൻ specimens preserved in preservative solutions in containers or jars. Then plant and animal specimens also be preserved as dry specimens. Insects are preserved in insect boxes. Larger animals like birds and mammals are usually stuffed and preserved. Then museums also have some collections of skeletons of animals also. Okay? അതായത് ഒരു മ്യൂസിയത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഡ്രൈ സ്പെസിമെൻസും ഉണ്ടാകും, പ്രിസർവ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന
സ്പെസിമെൻസും ഉണ്ടാകും. ഇൻസെക്ട്സിനെ പ്രിസർവ് ചെയ്യുന്നത് അതിനെ കളക്ട് ചെയ്ത് കില്ലിംഗ് ആൻഡ് പിന്നിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. ബേർഡ്സും മാമൽസും സ്റ്റഫ്ഡ് ആയിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത്. ദെൻ മ്യൂസിയത്തിൽ ആനിമൽ സ്കെലിറ്റൻസും പ്രിസർവ് ചെയ്യുന്നുണ്ടാകും. കമ്മിങ് ടു ദി കീ. Key is another taxonomical aid used for identification of plants and animals based on the similarities and dissimilarities. എന്താണ് ഈ ടാക്സോണമിക്കൽ എയ്ഡ് ആയിട്ടുള്ള കീ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? കീ എന്ന് പറയുന്നത് ഒരു ടാക്സോണമിക്കൽ എയ്ഡാണ്. പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ് കീ യൂസ് ചെയ്യുന്നത്. ആ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയും ബേസിലാണ് ഇത് ചെയ്യുന്നത്. കീയിലുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. 2 ലീഡിനെ ഒരുമിച്ചാണ് കപ്ലെറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ദ കീ ഈസ് കോൾഡ് എ ലീഡ്. ദെൻ ദി കീസ് ആർ ബേസ്ഡ് ഓൺ ദി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കോൾഡ് കപ്ലെറ്റ്. സോ ഈ ടാക്സോണമിക്കൽ കീസ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. Flora's manuals, monographs and catalogs are some other means of recording descriptions. Flora's manuals, monographs, catalogs ഇതും റെക്കോർഡിംഗ് ഡിസ്ക്രിപ്ഷൻസ് തന്നെയാണ്. ഇതും ഹെൽപ്പ് ചെയ്യുന്നത് കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ്. ഡിയർ സ്റ്റുഡൻസ്, ലിവിങ് വേൾഡ് ചാപ്റ്റർ ഫിനിഷായി. ടോട്ടൽ 4 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കാണാത്തവർ കാണുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. Thank you for watching. Bye bye.